ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് എന്തായാലും എനിക്കിവിടെ ഇപ്പോൾ എന്തായാലും പണിക്കും കണക്ക് എന്തായാലും പോകാനായിട്ട് എന്തായാലും ടൈമും കണക്ക് എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ട്രാക്ടറും കണക്കാണൊക്കെ, ഒരു പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് ട്രാക്ടറും കണക്കാണൊക്കെ. എന്ത് ചെയ്യാൻ, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട കേസൊക്കെ. എനിക്കാണെങ്കിൽ പുതിയൊരു ജോലിയും കണക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എടുത്ത വണ്ടിയാണൊക്കെ. ഇത് പഴയതാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയും കണക്കൊക്കെ ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണൊക്കെ. ഇത് ഞാൻ ലോണിലാണ് എടുത്തതൊക്കെ. ഈ വണ്ടി സത്യത്തിൽ എത്ര ഒരു 2 ലക്ഷം രൂപയൊക്കെ വന്നിട്ടുണ്ട് ഇത്ര പൊളിഞ്ഞതായിട്ട്. ഞാൻ വെറും എത്രയാണ് 12,000 രൂപ അടച്ചുള്ളൂ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അയ്യോ ഇനി ഇതിൻ്റെ ലോണും അടയ്ക്കണം, എല്ലാം അടയ്ക്കണം. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ട്രാക്ടറിൽ ഞങ്ങളൊക്കെ എന്തായാലും അങ്ങ് കയറാം. ഓക്കെ, ഞാൻ എന്തായാലും ട്രാക്ടറിൽ ഞങ്ങളൊക്കെ എന്തായാലും കയറിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി എടുത്ത് നേരെ നമ്മുടെ പണി സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, എങ്ങനെയെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. വണ്ടിക്കാണെങ്കിൽ പെട്രോളും ഇല്ല, പെട്രോളും അടിക്കണം. അങ്ങനെ ആകെ സീനാണ്. ഓക്കെ, കുഴപ്പമില്ല, അങ്ങോട്ട് സൈഡ് തിരിഞ്ഞ് നേരെ പെട്രോൾ പമ്പിലോട്ട് പോകാം. ഓക്കെ, വണ്ടിക്ക് തീരെ പെട്രോളില്ല. ഓക്കെ, അതാണ്. ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്തായാലും പെട്രോൾ പമ്പിലോട്ട് പോവുകയാണ്. ഓക്കെ, എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്നാണ് ആലോചിക്കണത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ ഉള്ളത് വെറും 100 രൂപയാണ്. ആ 100 രൂപ മുഴുവൻ കൊടുത്ത് അടിക്കണം. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണൊക്കെ. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു വക പൈസ ഇല്ല. എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ആകെപ്പാടെ 1200 രൂപ ഉണ്ട്. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഓക്കെ, അതാണൊക്കെ. വണ്ടിയാണെങ്കിൽ തീരെ പതുക്കെയാണ് പോകുന്നത്, വണ്ടിക്ക് സ്പീഡും ഇല്ല. നമ്മളാണെങ്കിൽ പൈസ ഇല്ല. പെട്രോൾ അടിച്ചിട്ട് ഫസ്റ്റ് പെട്രോൾ ഒട്ടുമില്ല വണ്ടിക്ക്. നമ്മളങ്ങനെ ഏകദേശം പെട്രോൾ പമ്പിൽ കണക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് രൂപ അങ്ങനെ പെട്രോൾ അടിക്കാം, സാരമില്ല. ഓക്കെ, ഞാൻ അങ്ങനെ വണ്ടി കണക്ക് പതുക്കെ വളച്ചെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിട്ട്. ഓക്കെ, ചേട്ടാ എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കേണ്ടത്? ഒരു എത്ര 90 രൂപയ്ക്ക് അടിയേ. 90 രൂപയ്ക്കോ? ഇത് ഭയങ്കര കുറവാണല്ലോ. അയ്യോ മോളെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അയ്യോ സാരമില്ല, ചേട്ടൻ 90 രൂപയ്ക്ക് അടിച്ചോ. ശരി, ഇതാ പൈസ. ശരി. ഓക്കെ, നമ്മളാണ് ഇവിടെ ഇപ്പോൾ 90 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മതി. 90 അടിച്ചാലൊന്നും വലുതായിട്ട് പോവുന്നില്ല. ഈ വണ്ടി ഫുള്ള് ഡാമേജ് ആണെങ്കിൽ ഇപ്പോൾ 90 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കിലോമീറ്ററേ ഓടും. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ പണി സ്ഥലത്തോട്ട് പോകാം. അത്യാവശ്യം സ്പീഡിൽ പോകി. വണ്ടിയാണെങ്കിൽ സ്പീഡാണെങ്കിൽ കയറണമില്ല, കണ്ട പതുക്കെയാണ് വളരെ നല്ല പതുക്കെയാണ്, നല്ല പതുക്കെയാണ്. വണ്ടിക്കാണെങ്കിൽ പിന്നെ തീരെ പെട്രോളും ഇല്ല. നമ്മളെല്ലാം ഉള്ള പൈസ വെച്ച് അടിച്ചു 10 രൂപ കിട്ടും. ചായ കുടിക്കണം ഉച്ചയ്ക്ക്, അതിനാണെങ്കിൽ കുറച്ച് ദൂരം കൂടെ ഓടാനുള്ള പെട്രോൾ ഉണ്ടൊക്കെ. അപ്പം അടിച്ചതേ ഉള്ളൂ. നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ സ്ഥലത്തോട്ട് ഏകദേശം എത്താറായിട്ടുണ്ടൊക്കെ. കുറേ കൂടെ ഫ്രണ്ടിലാണൊക്കെ. നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു വലിയൊരു തോട്ടം പോലെ ആക്കിയെടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇതാണ് ആ ഒരു പോർഷൻ. ഓക്കെ, ഇവിടെ വലിയൊരു വീട് കണക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വച്ചേക്കണത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എന്തായാലും പണിയും കണക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടി എന്തായാലും ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കട്ടെ. ഓക്കെ ഓക്കെ ഫൈനലി ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പണി കണക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് തൊട്ട് നേരെ താണ്ട ഇത് ഈ ഒരു ഏരിയ വരെ ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ചെയ്ത് 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 അങ്ങ് അറ്റം വരെ എത്തണം. ഓക്കെ, ഇത്രയും വലിയൊരു പ്ലോട്ടാണ്. ഓക്കെ, ഞാൻ വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് ഞാൻ പരുവാവുമല്ലോ. ഭയങ്കര പാടാണിതൊക്കെ. ഇത് 3ാമത്തെ ലെയറാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് തിരിക്കാൻ വേണ്ടി. ഓക്കെ, ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വെച്ച് അടയ്ക്കാം. ഈ വണ്ടിക്കാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ മൈലേജ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തതൊക്കെ. ഓക്കെ, ഇവിടെ പ്ലോട്ടൊന്നും തിരിച്ചിടില്ല, അതുകൊണ്ട് ഞാൻ വല്ലവരെ വിളയിലൊക്കെ എന്തൊക്കെ ഇടുകയാണ്.
ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ റാമ്പ് വെച്ചേക്കണം, അതുകൊണ്ട് അവിടെ ഇച്ചിരി ക്ലീൻ ചെയ്യാൻ പാടാണ്. ഇതിലേക്കൂടെ എടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും നേരെ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഏരിയ ആണ്, ഇതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇത് കഴിഞ്ഞ് അയാളുടെ വീട്ടിൽ എന്തൊക്കെയോ പണിയുണ്ടെന്ന് പറയണം. എൻ്റെ അമ്പോ, ഇതൊരു വലിയൊരു ഓഡീഷൻ്റെ വിളയാണ്. ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ കളർഫുൾ ബിൽഡിംഗ് ഇല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കണ ബിൽഡിംഗ് വരെയാണ് അയാൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഏകദേശം തീരാറായി. എന്നിട്ട് ഇതിൻ്റെ വണ്ടയ്ക്ക് 5-6 റൗണ്ട് കൂടെ ഓടിക്കണം. ഓക്കെ, വണ്ടിയുടെ പെട്രോളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഏകദേശം കംപ്ലീറ്റ് ആവാറ്. ഇനി ഒരു ഇതും കൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഫൈനൽ സംഭവം കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നേരെ പുറകിലോട്ട് പോയിട്ട് ഫുള്ളൊന്ന് വട്ടം കറങ്ങിയെടുക്കുക. ഇത് ചെയ്താലൊന്നും വലിയ പൈസയൊന്നും കിട്ടില്ല. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഏകദേശം എല്ലാ സ്ഥലവും ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്ത് ഇതിൻ്റെ വണ്ടയിൽ കൂടെ അങ്ങോട്ട് ഓടിക്കുക. ഓക്കെ, കുറേ കൂടെ ക്ലിയർ ആവും. ഈ വണ്ടി പിന്നെ ചെയ്യണ സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും സ്പേസിങ്ങളൊക്കെ കവർ ചെയ്യും. പക്ഷെ നല്ല വലിയൊരു ട്രാക്ടർ ഉണ്ട്, പക്ഷെ അതെടുക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാൽ ഞാൻ പരുവാ. ഓക്കെ, ഇത് തന്നെ ഇതിൻ്റെ ലോൺ എപ്പോൾ അടയ്ക്കുമെന്ന് ആലോചിക്കണേ. ഓക്കെ ഓക്കെ എന്തായാലും ഏകദേശം ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഇവിടുത്തെ പണികൾ ഏകദേശം കഴിഞ്ഞ് അയാൾ വീട്ടിലോട്ട് വരാനായിട്ട് അയാൾ പറയണം. അയാളുടെ വീട്ടിലും എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നാണ് പറയണം. ഓക്കെ, നമുക്കെന്തായാലും നേരെ അയാളെ വീട്ടിലോട്ട്. ഓക്കെ, ഈ സൈഡിൽ കാണുന്നതാണ് അയാളെ വീട്. ഓക്കെ, മുമ്പ് ഇവിടെ ഇല്ലായിരുന്നത്, ഇപ്പോഴായിട്ട് ഉണ്ടാക്കിയൊരു വീടാണ്. ഓക്കെ ഓക്കെ ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം. ഓക്കെ, ഇതാണ് അയാളെ വീട്. ഓക്കെ, വീട് നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. എൻ്റെ മുമ്പ് ഇത് എന്ത് വലിയ വീടാണ്, ഇവിടെ എന്തോന്ന് ചെയ്യാനായിട്ട്. ഓക്കെ, അയാളിവിടെ വീടിൻ്റെ വെളിയിൽ നിൽപ്പുണ്ട്. ഓക്കെ, അയാളോട് സംസാരിച്ചോക്കെ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും അയാളവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും അയാളവിടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ ഓക്കെ അയാൾ പറഞ്ഞു വെച്ചാൽ ഇതിനെന്തായാലും ട്രാക്ടറിൻ്റെ പണിയൊന്നും ആവശ്യമില്ലെന്നാണ് പറയണത്. വേണമെങ്കിൽ ട്രാക്ടർ എടുക്കാം. ഇവിടെ ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് പുല്ലൊക്കെ പൊടിച്ചിരിക്കണം, അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് പറയണത്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെറും 600 രൂപ കിട്ടും. ഓക്കെ, അവിടെ ക്ലീൻ ചെയ്യാൻ ഇവിടെ ക്ലീൻ ചെയ്തതിനൊക്കെ. എന്ത് കഷ്ടമാണല്ലേ. ഇനി നാളെയും അവിടെ പണിയുണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് പുല്ലാണ്. ഓക്കെ, ഈ സൈഡൊന്നും പൊളിക്കല്ലേ, ആ പുള്ളി തന്നെ ഇടിച്ച് കൊല്ലും. ഓക്കെ, സൈഡിലായിട്ടൊക്കെ ഫുള്ളായിട്ട് ഇതാണ്. മാക്സിമം വണ്ടി തട്ടാതെ നോക്കണം. അതേ വണ്ടിക്ക് സ്പീഡും ഇല്ല, ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ടിരിക്കണം. ഓടിക്കുമ്പോൾ ഭയങ്കര വെട്ടലൊക്കെയാണ്. ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഏകദേശം ഈ സൈഡൊക്കെ ഒരുവിധം ക്ലിയർ ചെയ്യണം. ഓക്കെ ഒക്കെ പാടാണ് ഈ വണ്ടി ഓടിക്കാനായിട്ടൊക്കെ. ഓക്കെ 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 ഗൈസ്, അങ്ങനെ ഞാൻ എന്തായാലും എല്ലാ പുല്ലും അങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നമ്മുടെ ഇന്നത്തെ കൂലി പോയി വാങ്ങാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ കൂട്ടി വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മുടെ പൈസ ഫൈനലി നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 500 രൂപ കിട്ടിയുള്ളൂ. ആദ്യം പറഞ്ഞ അയാൾ 600 രൂപ തരാം, പക്ഷെ ഞാനാണെങ്കിൽ എതിർത്ത് 800 രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നമ്മുടെ 100 രൂപ കുറച്ച്. അങ്ങനെ പറയണ്ടായിരുന്നു. ഒരു 600 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ കുറേ കൂടെ പൈസ കിട്ടുമെന്ന് തോന്നണം. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് നേരെ പറത്തി അങ്ങ് എന്തായാലും വിടാം. ഓക്കെ, അയ്യോ നമ്മുടെ വഴി തെറ്റിപ്പോയി. ഇവിടെ അല്ല സത്യത്തിൽ സീനില്ല, നമുക്ക് വല്ല കണ്ട വഴി കൂടെ ചാടി കയറി പോയാൽ പോയി. ഓക്കെ ഓക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ പോകും. നല്ല സ്പീഡിലാണ്, ഇത്രയും സ്പീഡിലൊന്നും ഇവിടെ വയ്ക്കൂടാ. എന്നുവെച്ചാൽ ഈ കാറുകൾക്കും ബൈക്കിനൊക്കെ ആണെങ്കിൽ സ്പീഡിൽ പോകും, ഇങ്ങനത്തെ ട്രാക്ടറുകൾക്കൊന്നും വയ്ക്കൂടാ. എന്നുവെച്ചാൽ ട്രാക്ടറിനൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം സ്പീഡ് ലിമിറ്റ് ഉണ്ടൊക്കെ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഞാൻ അത് നോക്കണ്ട, എനിക്ക് സ്പീഡിൽ വീട്ടിൽ എത്തണം, അത്രേ ഉള്ളൂ. ഫൈൻ വല്ല വരുമോ എന്തൊക്കെ. ഇവിടെ ഇപ്പോൾ ഒരു സിഗ്നൽ പോലും റൂള് അനുസരിച്ച് പോകാതാണ് ഞാൻ പോകണമെങ്കിൽ, അതുകൊണ്ട് മിക്കവാറും ഇനി ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഫൈൻ വന്നാലും ശരി ഞാൻ അടയ്ക്കില്ല. ഓക്കെ ഇത്രയാണ്. ഓക്കെ, എന്തിനു ചുമ്മാ ഫൈൻ അടയ്ക്കണം, എൻ്റെ ഇവിടെ ഒരു പൈസയും ഇല്ല, കിട്ടിയതിന് 600 രൂപ. ഓക്കെ, വണ്ടിയുടെ പെട്രോളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും വീട്ടിൽ എത്തുമ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ വണ്ടിയുടെ പെട്രോൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ, അത് നമുക്ക് നാളെ വല്ല അടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തി. ഒരു മിനിറ്റ്, എൻ്റെ ഫോണിലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു, എന്തിനാണെന്ന് നോക്കി.
നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി നോക്കി പാർക്ക് ഇട്ട് എന്നിട്ട് മെസ്സേജ് നോക്കാം. കുറച്ചുകൂടെ കയറ്റിയിട്ടിട്ട് ഇത് ഈ വീട്ടിലുള്ള ആളുടെ വണ്ടി. നമ്മുടെ വീട് ഇതിൻ്റെ ഇപ്പുറത്താണ്. നമ്മുടെ ഗ്യാരേജ് ഇതാണ്. ഗ്യാരേജിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, ഞാനിങ്ങനെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ എന്ത് മെസ്സേജ് ഒന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, നൈസായിട്ട് പണിപ്പാളി. നമുക്കാണെങ്കിൽ ഒരു എത്ര 20,000 രൂപയുടെ ഫൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ സിഗ്നൽ പാസ് ചെയ്തില്ല, നല്ല സ്പീഡിലാണ് പോയത്. ഇവർ പറഞ്ഞതിനേക്കാളും 10 ഇരട്ടി സ്പീഡിലാണ് നമ്മൾ പോയതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല കിടിലൻ ഫൈൻ കിട്ടിയിട്ടുണ്ട്. എന്ത് കഷ്ടമാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ട്രാക്ടറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ബൈ.